ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലായ കുക്കിംഗ് അറ്റ് മൈ ഫ്ലോറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്. ഗോതമ്പ് പൊടിയും പഴവും കൊണ്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ളൊരു കേക്കാണ്. ഈ കേക്ക് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിക്കാതെ പ്രഷർ കുക്കർ മിക്സി ഉപയോഗിച്ചാണ്. ഇനി നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 250 ml കപ്പാണ്. കേക്കിന് ആവശ്യമുള്ള പഴമാണിത്. ഞാൻ ഈ സൈസിലുള്ള 4 പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ചിങ്ങമ്പഴം പോലുള്ള കുറച്ച് വലിയ പഴമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 പഴം എടുത്താൽ മതി. കേക്കിനായി ഞാനിവിടെ 2 മുട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കേക്കിന് ഞാനിവിടെ എസൻസ് ഒന്നും ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് പട്ട പൊടിച്ചതും ജാതിക്ക പൊടിച്ചതുമാണ് ചേർക്കുന്നത്. ഈ 2 പൊടികളും ചേർക്കുമ്പോഴത്തേക്കും കേക്കിന് നല്ല മണവും നല്ല ടേസ്റ്റും കിട്ടും. കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ 1/2 കപ്പ് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. കേക്കിനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെ എടുക്കാം. ഇനി വേണ്ടത് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ. ഇനി കേക്കിനുള്ള ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കണം. നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കേക്കിന്റെ മാവ് റെഡിയാക്കാനായിട്ട് നമുക്ക് മിക്സിയുടെ ഒരു വലിയ ജാർ എടുക്കാം. ഇതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. പഴം തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കണം. പഴം ചേർത്തതിന് ശേഷം മുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടിച്ചു വെച്ചിരിക്കുന്ന പട്ടപ്പൊടിയും ജാതിക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഒന്ന് മിക്സി മൂടി ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. കേക്കിന്റെ ബാറ്റർ ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് അടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ബട്ടറോ നെയ്യോ തടവി കൊടുക്കാം. ഈ കേക്ക് ടിന്നിന്റെ അടിയിലായിട്ട് റൗണ്ട് ഷേപ്പിൽ വെട്ടി വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. അതിന്റെ പുറത്തും കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. നമുക്ക് കേക്ക് ടിന്നിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ട് പതുക്കെ ലെവൽ ചെയ്ത് കൊടുക്കണം. ഈ കേക്ക് ടിൻ പതുക്കെ കയ്യിലെടുത്തിട്ടൊന്ന് താഴേക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേക്കിന്റെ പുറത്തേക്ക് ചെറുതായി അരിഞ്ഞ നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാം ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു പ്രഷർ കുക്കർ സ്റ്റവിൽ വെക്കാം. ഞാനിവിടെ ഒരു പ്രഷർ പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പില്ലെങ്കിൽ പൊടിയുപ്പോ മണലും ഇട്ട് കൊടുത്താലും മതി. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇതുപോലുള്ള ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള സ്റ്റാൻഡ് ഒന്നും ഇല്ലെങ്കിൽ ചെറിയൊരു സ്റ്റീൽ പ്ലേറ്റ് കമത്തി വെച്ച് കൊടുത്താലും മതി. നമ്മൾ കേക്കിന്റെ ബാറ്റർ വെക്കുന്ന പാത്രം നേരിട്ട് താഴെ മുട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി പ്രഷർ കുക്കർ മൂടി ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. കുക്കർ മൂടുമ്പോൾ കുക്കറിന്റെ മൂടിയിലെ റബ്ബർ ഗ്യാസ്കറ്റ് മാറ്റിയിട്ട് വേണം കുക്കർ മൂടാനായിട്ട്. ഈ കുക്കർ മൂടി ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. ഒരു ഹൈ ഫ്ലെയിമിൽ 3 മിനിറ്റും 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പ്രീ ഹീറ്റ് ചെയ്യണം. ഇപ്പോൾ കുക്കർ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്ന് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. കുക്കർ നല്ല ചൂടായിട്ട് കിടക്കണായിരിക്കും. അതുകൊണ്ട് നമ്മൾ തക്കട് വെച്ചിട്ട് വേണം കേക്ക് ടിന്നിലേക്ക് ഇറക്കി വെക്കാനായിട്ട്. അല്ലെങ്കിൽ കുക്കറിന്റെ സൈഡ് കൊണ്ട് ചിലപ്പോൾ കൈ കൊള്ളാൻ സാധ്യതയുണ്ട്. കുക്കർ മൂടിയതിന് ശേഷം 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. അതിനുശേഷം
ലോ മീഡിയം ഫ്ലെയിമിൽ 35 തുടങ്ങി 45 മിനിറ്റ് വരെ കുക്ക് ചെയ്യണം. ഇടയ്ക്ക് തീ കൂട്ടിയും കുറച്ചും വെച്ച് കുക്ക് ചെയ്യണം. ഇതിന്റെ അടി കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 35-40 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നമുക്കൊരു സ്ക്രൂവറോ കത്തിയോ വെച്ചിട്ട് കുത്തി നോക്കാം പാകമായിട്ടുണ്ടോന്ന്. കുറച്ചുകൂടി പാകമാനുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ കേക്ക് വെച്ചിട്ട് 45-50 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമുക്കൊന്ന് കുത്തി നോക്കാം. ഒട്ടി പിടിക്കാതെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല പാകമായി വന്നിട്ടുണ്ട്. കേക്കിന്റെ സൈഡൊക്കെ ഇതിൽ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഒരു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേക്കിന്റെ, ആ പട്ടപ്പൊടിയുടെയും ജാതിക്കയുടെയും ഒക്കെ. ഇനി ഈ കേക്കിന് നമുക്ക് പുറത്തേക്ക് എടുത്ത് വെക്കാം. കേക്ക് നമുക്ക് കുറച്ച് സമയം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പൊ കേക്ക് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കത്തി ഉപയോഗിച്ച് അതിന്റെ സൈഡ് ഇങ്ങനെ ഒന്ന് വിടിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം കേക്ക് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് ഇതുപോലെ കേക്ക് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അതിനുശേഷം അതിന്റെ പുറത്തുള്ള പേപ്പർ നമുക്ക് എടുത്തു മാറ്റാം. ഇനി നമുക്ക് കേക്ക് ഇതുപോലെ തിരിച്ചു വെക്കാം. ഇപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയി കഴിഞ്ഞ് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കേക്ക് കൈകൊണ്ട് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റും ഫ്ലഫിയുമാണ് ഈ കേക്ക്. വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമായ നമ്മുടെ വീറ്റ് ഫ്ലവർ ബനാന കേക്ക് റെഡി ആയി കഴിഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.